ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ പറ്റിയൊരു പുഡിങ് ആട്ടോ ഇത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിനെല്ലാം നമ്മളെപ്പോഴും ഫുൾ ഫാറ്റ് പാലില്ലേ അതെന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം കേട്ടോ. വല്ലാണ്ട് അങ്ങ് തിളച്ച് കുറുകി എടുക്കുകയൊന്നും വേണ്ട. തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പം വേറൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയില്ല അതൊന്ന് കാരമൽ എടുക്കണം. ഇതേപോലെ വിതറിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. നല്ലോണം ഒന്ന് മെൽട്ടായി വന്നാൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞ് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിൻ്റെ മിക്സ് ഇല്ലേ അത് കുറച്ച് ദൂരോട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തെറിക്കും നമ്മളെ മേത്തേക്ക്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കുക, ദൂരെ നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഇതേപോലെ കട്ട പിടിച്ച പോലെ ഉണ്ടാകും, പ്രശ്നമല്ല. കുറച്ച് കഴിഞ്ഞാൽ തിളച്ച് വന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ ഈ കാരമലിൻ്റെ മിക്സ്. ഇനിയിപ്പോൾ ഇതാ വേറെ പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഇല്ല അത് ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒരു 5-10 മിനിറ്റ് മുന്നേ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ചൈന ഗ്രാസ് നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മളെ പാലിൻ്റെ മിക്സിലേക്ക് ചൈന ഗ്രാസിൻ്റെ മിക്സ് ഇല്ലേ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. രണ്ടും ഒരേ ചൂടായിരിക്കണം. ചൈന ഗ്രാസിൻ്റെ ചൂട് തണിഞ്ഞ് പോയിട്ട് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ പാല് പിരിഞ്ഞ് പോകും കേട്ടോ. അതുകൊണ്ടാട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. രണ്ടും ഒരേ സെയിം ചൂടായാൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇതിൽ ചൈന ഗ്രാസിൻ്റെ ചെറിയ തരിതരിപ്പുണ്ട്. അത് ഇതിൽ കിടന്ന് നല്ല പോലെ മെൽറ്റായിക്കോളും, പ്രശ്നമല്ല. അപ്പോൾ ഇതാ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ എന്നുവെച്ചാൽ എന്താ പറയുക, കുടിക്കാനൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നാൽ തീ ഓഫ് ചെയ്യാം. ഇതും നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് കട്ടിയാക്കി കുറുക്കിയെടുക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ ഒരു ട്രേ ആട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഏത് ട്രേ വേണമെങ്കിലും എടുക്കാം. എന്നിട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഏലക്കായൻ്റെ തരിതരിപ്പെല്ലാം ഉണ്ടാവില്ലേ അതിന് കൊണ്ടാട്ടോ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പുഡിങ് നല്ല പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് എന്താ പറയുക, ഏതെങ്കിലും നട്ട്സിൻ്റെ പൊടിയോ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടോ കട്ട് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാരമൽ ചെയ്ത എന്താ പറയുക കാഷ്യൂ ഇല്ലേ അതാട്ടോ എടുക്കുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇതേപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. എങ്ങനെ വേണം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, അന്ന് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഇത് നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മൊഞ്ചിൽ ഡെക്കറേറ്റ് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ, ഒരു 4 മണിക്കൂറൊക്കെ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ മിൽക്ക് പുഡിങ്.